Hello guys, today we'll discuss about operators in PHP. Programming C ആയാലും C++ ആയാലും Java ആയാലും PHP ആയാലും ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അതിന്റെ ബേസിക് സ്ട്രക്ചർ ഒക്കെ ഒന്നിന് സിയിലും C++ഉം ജാവയിലുള്ള പോലെ ഇവിടെയും വേരിയബിൾസും ഓപ്പറേറ്റേഴ്സും ഫങ്ഷൻസും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. Now today we will discuss about the operators. Why operators? What are operators? Different types of operators. Operators are used to perform operations on variables and values. നമ്മൾ വേരിയബിൾസ് ഒക്കെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നടത്തേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഓരോ ഓപ്പറേഷൻസ് വേരിയബിൾസ് തമ്മിലുള്ള ഓപ്പറേഷൻസ് ഫങ്ഷൻസ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് ഓപ്പറേറ്റേഴ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. PHP divides the operators into the following groups. Three different types of operators in the PHP. Arithmetic operators, assignment operators, comparison operators, increment or decrement operators, logical operators, string operators, and array operators. Three type operators ഉണ്ട് PHP. Three type operators ആയിട്ട് PHP ഓപ്പറേഷൻ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. യൂസ് അനുസരിച്ച് ഓരോ ഓപ്പറേറ്റേഴ്സിന്റെയും ഫങ്ഷൻസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യും. എങ്ങനെയാണ് ഓരോ ടൈപ്പ് ഓപ്പറേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലി ഓപ്പറേറ്റേഴ്സ് എന്താണെന്നുള്ള കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവും. എല്ലാം സെയിം തന്നെ, നമ്മുടെ സിയിൽ C++ യൂസ് ചെയ്യുന്ന അതേ കൺസെപ്റ്റ് തന്നെ. വാട്ട് ഈസ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്? PHP arithmetic operators are used with numeric values to perform common arithmetical operations such as addition, subtraction, multiplication, division, etc. സാധാരണ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് എക്സാമ്പിൾസ് ആർ ഹിയർ: പ്ലസ്, മൈനസ്, ഡിവിഷൻ, സബ്ട്രാക്ഷൻ, അഡീഷൻ, മോഡുലസ്, അങ്ങനെ സാധാരണ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, കാൽക്കുലേഷൻ ഫങ്ഷൻസ്. പ്ലസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ തന്നെയാണ് അഡീഷൻ. എന്ത് ചെയ്യുന്നു? ഇപ്പൊ വേരിയബിൾ എക്സ് പ്ലസ് വൈ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? സം കാണുന്നു. എക്സില് 10 അസൈൻ ചെയ്തു, വൈയില് 15 അസൈൻ ചെയ്തു. ദെൻ സം എന്തായിരിക്കും? 10 പ്ലസ് 15 ഈസ് ഈക്വൽ ടു 25 എന്ന റിസൾട്ട് നമുക്ക് കിട്ടുന്നു. അടുത്തത് മൈനസ്, സബ്ട്രാക്ഷൻ. എക്സിൽ നമ്മൾ 50 എന്ന് അസൈൻ ചെയ്യുന്നു, വൈയില് 25 എന്ന് അസൈൻ ചെയ്യുന്നു. Then variable x minus variable y is equal to will give the value 50 minus 25 is equal to 25 എന്ന് പറഞ്ഞ ഡിഫറൻസ് നമുക്ക് കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ, സ്റ്റാർ. എക്സിൽ 5 എന്ന് അസൈൻ ചെയ്യുന്നു, വൈയിൽ 5 എന്ന് അസൈൻ ചെയ്യുന്നു. Then 5 into 5 is equal to 25. Product of variable x and variable y. പ്രൊഡക്റ്റ് കാണാനായിട്ട്. ഡിവിഷൻ, ഡിവൈഡ് ചെയ്യാനുള്ള ഓപ്പറേറ്റർ നാലാമത്തത്. എക്സിൽ നമ്മൾ 50 എന്ന് വാല്യൂ അസൈൻ ചെയ്യുന്നു, വൈയില് 10 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യുന്നു. 50/10 is equal to 5. കോഷ്യന്റ് ഓഫ് എക്സ് ആൻഡ് വൈ റിസൾട്ട് ആയിട്ട് അസൈൻ ചെയ്യും, ഡിവൈഡ് ചെയ്യാനായിട്ട്. അതുപോലെ മോഡുലോ അധികം യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും സാധാരണ യൂസ് ചെയ്യുന്ന ജനറലി നമ്മൾ കൺസെപ്റ്റിൽ പഠിക്കേണ്ട അനദർ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണ് മോഡുലസ്. ഇതാണ് അതിന്റെ സൈൻ. ഓക്കെ, എന്താണ് മോഡുലോ? റിമൈൻഡർ ഓഫ് $x ഡിവൈഡഡ് ബൈ $y. അതായത് വേരിയബിൾ എക്സിൽ നമ്മൾ 10, വേരിയബിൾ വൈയിൽ നമ്മൾ 3 എന്ന് കൊടുക്കുന്നു. മോഡുൽ എന്താ? 10 ഡിവൈഡ് ബൈ 3 എത്ര വരും? 3 into 3 9. ബാലൻസ് എത്ര? 1. അപ്പോൾ 1 ആണ് മോഡുലോ. എക്സ് മോഡുലോ വൈ എന്ന് പറയുന്നത് 1 ആയിരിക്കും റിസൾട്ട്. അതിന്റെ റിമൈൻഡർ ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ ബാലൻസ് വരികയാണെങ്കിൽ ആ റിമൈൻഡറാണ് നമ്മൾ മോഡുലോ ആയിട്ട് നമ്മൾ അസൈൻ ചെയ്യും. അങ്ങനെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്
ഇത്രയും ഓപ്പറേറ്റേഴ്സ് ആണ് സാധാരണ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആയിട്ട്. Okay. Here is a simple example for the arithmetic operator. നമുക്ക് ഒരു കാൽക്കുലേറ്റർ പ്രോഗ്രാം ചെയ്യാം ഈ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്. സെയിം ഫങ്ഷൻസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ x 10 y 6 ആണ്, അഡീഷൻ x 10 plus 6 16, സബ്ട്രാക്ഷൻ 10 minus 6 is equal to 4, മൾട്ടിപ്ലിക്കേഷൻ 10 into 6 is equal to 60, ഡിവിഷൻ 10 by 6 is equal to 1.66667. മോഡുലാണെങ്കിൽ 10 by 6 is equal to 10 by 6 1 ടൈം, അപ്പോൾ ബാലൻസ് 4, അപ്പോൾ മോഡുല 4. ഓക്കെ, അതിന്റെ ഔട്ട്പുട്ട് അങ്ങനെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഓപ്പറേറ്റർ ആണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ഇതാണ് ജനറലി യൂസ് ചെയ്യുന്ന അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവൈഡഡ് ബൈ, മോഡുലോ ഓപ്പറേറ്റർ ആണ്. അതിന്റെ ഈ സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. സി പ്ലസ് പ്ലസിലും സിയിലും യൂസ് ചെയ്യുന്ന അതേ കൺസെപ്റ്റ് ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻ ചെയ്യാനായിട്ട് എക്സ് ഈസ് ഈക്വൽ ടു വൈ, ഇതാണ് അസൈൻ ഓപ്പറേറ്റർ. ആഡ് ആൻഡ് അസൈൻ, പ്ലസ് ഓർ ഈക്വൽ ടു, അതായത് വേരിയബിൾ എക്സ് പ്ലസ് ഈസ് ഈക്വൽ ടു വേരിയബിൾ വൈ എന്ന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, വേരിയബിൾ എക്സിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, പ്ലസ് ആയതുകൊണ്ട് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ വാല്യൂ എക്സിലേക്ക് അസൈൻ ചെയ്യും. എക്സ് മൈനസ് ആ കൊടുക്കണമെങ്കിലോ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞ വാല്യൂ എക്സിലേക്ക് അസൈൻ ചെയ്യും. എക്സ് സ്റ്റാർ ഈസ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുമ്പോഴോ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴോ എക്സിലേക്ക് എന്ത് ചെയ്യുന്നു, എക്സിന്റെ വൈയുടെ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ അസൈൻ ചെയ്യുന്നു. എക്സ് ഡിവൈഡഡ് ബൈ ഈസ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുമ്പോഴോ എക്സിലേക്ക് എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്ന് പറഞ്ഞ വാല്യൂണ് എക്സിലേക്ക് അസൈൻ ചെയ്യും. ഓക്കെ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്. പിന്നെ മോഡുലോ ഈസ് ഈക്വൽ ടു ഡിവൈഡ് ആൻഡ് അസൈൻ മോഡുലസ്. എക്സ് മോഡുലോ ഈസ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുമ്പോഴോ എക്സ് മോഡുലോ വൈ കണ്ടിട്ട് അതിന്റെ റിമൈൻഡർ എന്താണോ ആ വാല്യൂ ആയിരിക്കും എക്സിലേക്ക് അസൈൻ ചെയ്യുക. അങ്ങനെ അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഏറ്റവും വലിയ ജനറൽ ആയിട്ടുള്ള അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് ഈക്വൽ ടു. ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, വൈ എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് വൈയില് വാല്യൂ നമ്മൾ 100 എന്ന് അസൈൻ ചെയ്തു. എന്നിട്ട് എക്സ് ഈസ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുമ്പോഴോ വൈയിലുള്ള വാല്യൂ 100 എന്ന് എക്സിലേക്ക് നമ്മൾ അസൈൻ ചെയ്യും. ഈക്വൽ ടു ജനറലി യൂസ് ചെയ്യുന്ന അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ് ഈക്വൽ ടു എന്ന് പറഞ്ഞത്. അങ്ങനെ ആഡ് ആൻഡ് അസൈൻ, സബ്ട്രാക്ട് ആൻഡ് അസൈൻ, മൾട്ടിപ്ലൈ ആൻഡ് അസൈൻ, ഡിവൈഡ് ആൻഡ് അസൈൻ, കോഷ്യൻ, ഡിവൈഡ് ആൻഡ് അസൈൻ, മോഡുലസ്, അങ്ങനെ ഇത്തിരി അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ജനറലി യൂസ് ചെയ്യുന്നത്. അസൈൻമെന്റ് ഓപ്പറേറ്റർ, അരിത്തമെറ്റിക് ഓപ്പറേറ്റർ കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ പ്രോഗ്രാംസ് ഡീറ്റെയിൽസ് തരാം, എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് നോക്കണം. ഓക്കെ, മൂന്നാമത്താണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. BHP comparison operators are used to compare two values, number or strings. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിന് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ഏനാ കമ്പാരിസൺ ഓപ്പറേറ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രേറ്റർ ദാൻ. ട്രൂ ആണെന്ന് എങ്ങനെ, എക്സിന്റെ വാല്യൂ 10 വൈയുടെ വാല്യൂ 5 എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും, ട്രൂ ആയിരിക്കും ആണല്ലോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അടുത്ത കമ്പാരിസൺ ഓപ്പറേറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. പിന്നെ ജനറലി യൂസ് ചെയ്യാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു PHP യൂസ് ചെയ്യുന്ന കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ് ഇത്, ടെർണറി കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇതേനാ ക്വസ്റ്റ്യൻ മാർക്ക് ഫുൾ കോഡ്. ടെർണറി കണ്ടീഷണൽ ഓപ്പറേറ്റർ കണ്ട ടെർണറിയിൽ 3 വേരിയബിൾസ് ഉണ്ടാവും, 3 കേസ് സ്റ്റേറ്റ്സ് ഉണ്ടാവും. ഇവിടെ വേരിയബിൾ വൈയില് വാല്യൂ അസൈൻ ചെയ്യും. വേരിയബിൾ സി ഉണ്ട്, വേരിയബിൾ എക്സ് ഉണ്ട്, വൈ ഉണ്ട്.
ഒന്നില്ലെങ്കിൽ എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിലും എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിലും എന്ത് ചെയ്യുന്നു, സിയിലേക്ക് വാല്യൂ അസൈൻ ചെയ്യും. ഇഫ് കണ്ടീഷൻ തന്നെയാണ്, ഇഫ് എക്സ് ലെസ് ദാൻ വൈ ഓർ ഇഫ് എൽസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. ആ സി പ്രോഗ്രാമിലെ ഇഫ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലൂപ്പിലെ എഫ് എന്ന് പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ് ഈ ടെർണറി കണ്ടീഷനിലൂടെ കണ്ടീഷണൽ ഓപ്പറേറ്ററിലൂടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അനദർ വൺ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. വളരെ ജനറലി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് കമ്പാരിസൺ ഓപ്പറേറ്റർ. പിന്നെയാണ് ഫോർത്ത് വൺ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ എക്സ്ക്ലൂസീവ് ഓർ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലോജിക്കൽ operators in PHP are used to combine conditional statements. നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് കമ്പൈൻ ചെയ്യാനായിട്ട് കണ്ടോ. ഇപ്പൊ ലോജിക്കൽ ആൻഡ് എക്സ് ആൻഡ് വൈ ട്രൂ ഇഫ് ബോത്ത് എക്സ് ആൻഡ് വൈ ആർ ട്രൂ. ഓക്കെ, എക്സും വൈയും രണ്ടും ഒരുമിച്ച് ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ ഫോൾസ്. ഓക്കെ, ഓർ ലോജിക്കൽ ഓർ എക്സ് ഓർ വൈ. എക്സോ അല്ലെങ്കിൽ വൈ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിട്ട് എടുക്കും. അങ്ങനെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ആൻഡ് ലോജിക്കൽ ഓർ ആണ് ജനറലി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അടുത്താണ് സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ്. നമുക്ക് കോൺകാറ്റിനേറ്റ് ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ്. രണ്ട് സ്ട്രിങ്സ് തമ്മിൽ കോൺകാറ്റിനേറ്റ് ചെയ്യാനായിട്ട് ഡോട്ട് ഓപ്പറേറ്റർ ഇവിടെ യൂസ് ചെയ്യുന്നത് കണ്ടോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് രണ്ട് സ്ട്രിങ്സ് കോൺകാറ്റിനേറ്റ് ചെയ്തു. വെരി ഗുഡ്, വെരി എന്ന് പറഞ്ഞ സ്ട്രിങ്ങും ഗുഡ് എന്ന് പറഞ്ഞ സ്ട്രിങ്ങും നമ്മൾ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് വെരി ഗുഡ് നമ്മൾ അങ്ങനെ അത് that is known as the concatenation. The two strings, there are two string operators mainly, dot to dot equal to, concatenation and assignment. Concatenation and assignment. String operators. അടുത്താണ് bitwise operators. Bitwise operators allow evaluation and manipulation of specific bits within an integer. Bitwise operators എന്ന് പറയുന്നത് evaluation of specific bits within an integer. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന bitwise operator ആണ് ആൻഡും ഓറും. ആൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ബിറ്റ്സ് ദാറ്റ് ആർ സെറ്റ് ഇൻ ബോത്ത് എക്സ് ആൻഡ് വൈ ആർ സെറ്റ്. ഓർ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ഓർ ആണ്. ബിറ്റ്സ് ദാറ്റ് ആർ സെറ്റ് ഇൻ എയ്തർ എക്സ് ഓർ വൈ ആർ സെറ്റ്. ഒന്നില്ലെങ്കിൽ എക്സിലുള്ളത് അല്ലെങ്കിൽ വൈയിലുള്ളത് സെറ്റ് ആക്കണം. അങ്ങനെ bitwise operators are allow evaluation manipulation of specific bits within an integer. ഓക്കെ, അങ്ങനെ മെയിൻലി ഇങ്ങനെ 6 ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, bitwise operator, string operators, logical operators, comparison operators and arithmetic operators. Okay, so operators വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു പെർഫോം ഓപ്പറേഷൻസ് ഓൺ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത പോരാ, അതിലേക്ക് ഓപ്പറേഷൻസ് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഓപ്പറേറ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓപ്പറേറ്റേഴ്സ് പ്ലേ വൈറ്റൽ റോൾ ഇൻ ഓൾ പ്രോഗ്രാമിംഗ് ഇൻക്ലൂഡിംഗ് സി, സി പ്ലസ്, ജാവ ആൻഡ് PHP. ഓക്കെ, കൺസെപ്റ്റ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഒന്ന് തന്നെയാണ്. സോ ഐ ആം ഹിയർ ബൈ കൺക്ലൂഡിംഗ്.